ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സില്ലാത്ത ദിവസമായതുകൊണ്ട് നേരം വൈകിട്ടാണ് എണീറ്റത്. ഉടനെ പല്ലൊക്കെ തേച്ച് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ചോറിനുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ അരി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അങ്ങനെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാമല്ലോ. അപ്പോൾ രാവിലെ നൂലിപ്പുട്ടും ഇഷ്ടുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള പൊടിയൊക്കെ എടുത്ത് വെച്ചു. അപ്പം ഞങ്ങളിവിടേക്ക് ഇഷ്ടുകറി എന്നാണ് പറയുക. ഉരുളൻകിഴങ്ങും സവോളയും പച്ചമുളകൊക്കെ ഇട്ട് ഇത്തിരി തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള കറിക്ക്. അപ്പോൾ നിങ്ങളുടെ അവിടേക്കൊക്കെ ഓരോ പേരാവും അല്ലേ? അപ്പോൾ ഏട്ടുള്ള കാരണം കുറച്ച് നേരം വീഡിയോ എടുത്തു തന്നു. അല്ലെങ്കിൽ എനിക്കിങ്ങനെ കറിക്കുള്ളതൊന്നും അരിയണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ഒരു കൈ കൊണ്ട് ഫോൺ വെച്ചിട്ടൊക്കെ അല്ല ചെയ്യൽ. അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ കഴുകി വെച്ചു. അരി അടുപ്പത്തിട്ടിട്ട് പിന്നെ കുക്കറിൽ കറി വയ്ക്കാനുള്ളതൊക്കെ ആക്കി വയ്ക്കുകയാണ്. നൂലിപ്പുട്ടിനുള്ളതൊക്കെ കുഴച്ച് വെച്ചു. തേങ്ങയൊക്കെ ചിരകി കറിക്കുള്ള തേങ്ങ കുറച്ച് അരച്ചെടുത്തു. നൂലിപ്പുട്ട് അടുപ്പത്ത് വെച്ചു. കറിയൊക്കെ ആയി വാങ്ങി വെച്ചു. പിന്നെ കുറച്ച് തുണികൾ കൂടുതലുണ്ടായിരുന്നു തിരുമ്പാൻ. അപ്പോൾ അങ്ങനെ അതും കൊണ്ട് കുളത്തിലേക്ക് പോയി. അടുത്തൊരു കുളമുള്ള കാരണം പിന്നെ ഞങ്ങൾക്ക് തിരുമ്പാനൊക്കെ നല്ല സുഖമാണ്. അതൊക്കെ വേഗം കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. തുണികളൊക്കെ തിരുമ്പി പിഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് പോന്നു. ഒക്കെ തോരിയിടുകയാണ്. പരിപ്പൊക്കെ അടുപ്പത്തിട്ടിട്ടാണ് പിന്നെ കുളത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴേക്കും അത് ആയിണ്ടായിരുന്നു. പിന്നെ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാഴയിലെ ഇലയിൽ പൊള്ളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ കഷ്ണമാക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ഒന്ന് നടു കഷ്ണമാക്കിയിട്ട് പറ്റില്ല, അല്ലാതെ അത് വറുത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അത് മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചു. പിന്നെ അടുക്കളയുടെ അപ്പുറത്ത് കുറച്ച് ചീര ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചീര അരിഞ്ഞ് വെച്ചു കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാളൻ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. പിന്നെ അടിച്ചുവാരി തുടയ്ക്കാൻ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചകിരിയൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ വെയിലത്ത് കൊണ്ടിട്ടു. പരിപ്പൊക്കെ വന്നപ്പോൾ പിന്നെ ചീരയൊക്കെ അടുപ്പത്തിട്ടു. കുറച്ച് വെള്ളം കോരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരാൾ വന്നിട്ട് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. മീനിൻ്റെ മണം ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാളും ഇങ്ങനെ വരും. അപ്പോൾ മീൻ പൊള്ളിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലേക്കുള്ള ഇതൊക്കെ അരിഞ്ഞു വെച്ചു. തക്കാളിയൊക്കെ വാട്ടി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് പൊള്ളിക്കണതിൻ്റെ വീഡിയോ. അതൊക്കെ ചെയ്തു. ചോറൊക്കെ വിളമ്പി.